UTI ആണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഓക്കെ, ഇത് കോമൺ ഡിസീസ് കണ്ടീഷൻ ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ വാട്ട് ഈസ് UTI? UTI എന്ന് വെച്ചാൽ എന്താണ്? ബാക്ടീരിയ അല്ലെ, നമ്മുടെ ബ്ലാഡറിൽ അല്ലെങ്കിൽ കിഡ്നിയിൽ ബാക്ടീരിയ കോളനൈസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ UTI എന്ന് പറയുന്നത്. സോ കോളനൈസേഷൻ ഓഫ് പത്തോജൻ ഇൻ ദി യൂറിനറി ട്രാക്ട്. UTI എന്ന് പറയുന്നത് തന്നെ പല ടൈപ്പ് ഉണ്ട്. പൈലോനെഫ്രൈറ്റിസ് ഉണ്ട്, സിസ്റ്റൈറ്റിസ് ഉണ്ട്, യുറിത്രൈറ്റിസ് ഉണ്ട്. പിന്നെ നമ്മളെ കോമൺ ആയിട്ട് UTI എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് യുറീറ്ററിലായിരിക്കും. യുറീറ്റർ അവിടെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ബ്ലാഡറിലോട്ടും പിന്നെ കിഡ്നിയുടെ പെൽവിസിലോട്ടും പോകും, പെൽവിക് റീജിയനിലോട്ട് പോകും. ഓക്കെ, സോ യുറിത്രൈറ്റിസ് ഉണ്ട്, സിസ്റ്റൈറ്റിസ് ഉണ്ട്, പൈലോനെഫ്രൈറ്റിസ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ടും UTI എന്നാണ് പറയുന്നത്. ഓക്കെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. സോ ഒരു കോമൺ കണ്ടീഷൻ ആണ്. മെയിൻലി ഇതിന്റെ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല്, എന്തൊക്കെയായിരിക്കും UTIയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല്? സോ അഡൽട്ടിൽ നമ്മൾ പറയുന്ന സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മൾ പീഡിയാട്രിക്കിലും പറയുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ എന്താ? അബ്ഡമൽ പെയിൻ, ഫ്ലാങ്ക് പെയിന്, അബ്ഡമൽ പെയിൻ ഉണ്ടാവും, റെക്കറന്റ് ഫീവർ ഉണ്ടായിരിക്കാം, പിന്നെന്താ? ഡിസ്യൂറിയ ഉണ്ടാകും, ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ, ഫ്രീക്വൻസി അർജൻസി ഒക്കെ ഉണ്ടാവും. ദെൻ മാൽ ഓഡറസ് യൂറിന് ഒരു പ്രത്യേക സ്മെല്ല് അല്ലെ, മാൽ ഓഡറസ് ഉണ്ടായിരിക്കാം. ഒരുപാട് കുറച്ചും കൂടിയൊക്കെ കഴിയുകയാണെങ്കിൽ, നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല, ശരിക്കും പ്രിവെൻഷൻ ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രിബ്ലിങ്, ഹെസിറ്റൻസി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ കുറെ കൂടെ കഴിയുമ്പോഴേക്കാണ് വൊമിറ്റിങ്, ഡയേറിയ ഒക്കെ ഉണ്ടാവുക. ഓക്കെ, കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഫ്ലാങ്ക് പെയിൻ ഉണ്ടാകും, ബാക്ക് പെയിൻ ഉണ്ടാകും, ഫീവർ ഉണ്ടാകും, ദെൻ ഡിസ്യൂറിയ, അർജൻസി, ഫ്രീക്വൻസി, ഡ്രിബ്ലിംഗ്, ഹെസിറ്റൻസി ഉണ്ടാകും, മാലോഡറസ് യൂറിൻ, അബ്ഡമൽ പെയിൻ, വൊമിറ്റിംഗ്, ഡയേറിയ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതാണ്. പിന്നെ പീഡിയാട്രിക് ഏരിയ ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് ഇറിറ്റബിൾ ആയിരിക്കും, ലെതർജി ആയിരിക്കും, പുവർ ഫീഡിങ്, ദെൻ FTT, ഫെയിലിയർ ടു ത്രൈവ് ഒക്കെ ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങൾ നമ്മൾ ഏത് ഡിസീസ് കണ്ടീഷൻ ആണെങ്കിലും പീഡിയാട്രിക് പോപ്പുലേഷനിൽ വരുന്ന കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഇറിറ്റബിൾ, ലെതർജി, പുവർ ഫീഡിങ്, FTT എന്നൊക്കെ പറഞ്ഞാൽ. സോ അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയുണ്ട്? അബ്ഡമൽ പെയിന്, ഫ്ലാങ്ക് പെയിന്, ബാക്ക് പെയിന്, അർജൻസി, ഫ്രീക്വൻസി, ഡ്രിബ്ലിംഗ്, ഹെസിറ്റൻസി, ഡിസ്യൂറിയ, ഫീവർ. ഓക്കെ, ഇതൊക്കെ കോമൺ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് പറയാന്ന് വെച്ചാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് ഇവിടെ സപ്പോർട്ടീവ് കെയർ ആണ്. ഫീവർ ഉണ്ടെങ്കിൽ ആന്റി ഹൈപ്പർടെൻസി കൊടുക്കാം, ഫ്ലൂയിഡ് തെറാപ്പി കൊടുക്കാം. ദെൻ മെയിൻലി നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യാറുണ്ട് അല്ലെ, എന്ത് ബാക്ടീരിയ അല്ലെങ്കിൽ എന്ത് പത്തോജൻ ആണ് UTIയിലേക്ക് നയിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആന്റിബയോട്ടിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആന്റിബയോട്ടിക് തെറാപ്പിയിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആംപിസിലിൻ ആൻഡ് ജെൻഡാമൈസിൻ ആണ് നമ്മൾ എന്താ പറയുക കൾച്ചർ ചെയ്യുന്ന മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, UTI ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ കൾച്ചർ ചെയ്യുന്ന മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മെഡിസിൻസ് ആണ് ആംപിസിലിനും ജെൻഡാമൈസിനും. അതിനുശേഷം നമ്മൾ എന്താ പറയാ കറക്റ്റ് ഏത് പത്തോജൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പീഡിയാട്രിക് നെഫ്രോളജി ബേസ് പറയുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് UTIക്ക് ഏറ്റവും എഫക്റ്റീവ് ആവുന്ന മെഡിസിൻ എന്ന് പറയുന്നത് കോട്രിമോക്സിസോള്, നൈട്രോഫുറണ്ടോയിൻ, സെഫാലെക്സിൻ അല്ലെങ്കിൽ സെഫാഡ്രോക്സിൽ. ഈ 4 മെഡിസിൻസ്, ഈ 4 ആന്റിബയോട്ടിക്സ് ആണ് പീഡിയാട്രിക് പോപ്പുലേഷനിൽ UTIക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ്, ആന്റിബയോട്ടിക്സ് എന്ന് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പീഡിയാട്രിക് നെഫ്രോളജി പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ ബെഡ് ടൈമിലാണ് സിംഗിൾ ഡോസ് ആയിട്ട് കൊടുക്കുക. ആ ഒരു ഫോം, ആ കറക്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ടേം പേര് ഓർത്താൽ മതി. ആന്റിബയോട്ടിക്സിന്റെ കോട്രിമോക്സിസോള്, നൈട്രോഫുറണ്ടോയിൻ, സെഫാലെക്സിൻ ആൻഡ് സെഫാഡ്രോക്സിൻ. ഓക്കെ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പീഡിയാട്രിക് നെഫ്രോളജി ആണ് ഈ ഒരു 4 ആന്റിബയോട്ടിക്സ് ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞത്.